അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റംസാൻ വരുന്നതിന് മുമ്പുള്ള കുറച്ച് തയ്യാറെടുപ്പുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പി ഈ പുട്ടും കടലയും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുട്ടും കടലയാണ് വേഗത്തിലാവുന്നത് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുട്ടും കടലയായിരിക്കും. മീൻ കറിക്കും ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ നല്ല മാച്ചാണല്ലോ പുട്ട്. അപ്പോൾ നമുക്ക് തലേന്ന് രാത്രി വെച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ പുട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. വേഗത്തിലങ്ങ് പണിയും കഴിഞ്ഞു. ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലെ കുറച്ച് സമയം എടുത്ത് ചെയ്യണ്ടല്ലോ, ഇത് വേഗത്തിലാവുന്നുണ്ട്. ആക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തേങ്ങ കഴിഞ്ഞുപോയി, അപ്പോൾ അത് ചിരണ്ടെന്ന് നിങ്ങളിപ്പോൾ കണ്ടത്. സ്കൂളിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ എടുത്തു വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് അവനെയും കൂടി വണ്ടിയും കയറ്റി ഞാൻ ഫ്രീ ആയി. ഇക്ക ഡ്യൂട്ടിക്കും മക്കൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ കലാപരിപാടികളിലേക്ക് കടന്നു. ഇനിയാണല്ലോ നമ്മുടെ കലാപരിപാടികൾ. ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിലും പിന്നെ ആഴ്ചയിൽ ഒരു തവണ ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണെങ്കിലും നോമ്പ് ബറാത്തൊക്കെ ആയാലും എന്തായാലും ഒരു സ്പെഷ്യലായിട്ടൊരു ക്ലീനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോമ്പ് പ്രമാണിച്ച് അങ്ങനെ ഒരു ക്ലീനിങ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമായിട്ട് കുറച്ചും കൂടി ഈസി ആയി തോന്നി. ഒരുപാടൊന്നും കച്ചറകളില്ല. ശരിക്കും ഏത് നാട്ടിലെ വേർഡാണ് ഈ നനച്ചുളി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്നിക്ക് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ നനച്ചുളി എന്നുള്ള പേരൊന്നുമില്ല. പണ്ട് മുതലേ ഉമ്മാമയൊക്കെ പറയുന്ന കേൾക്കാമല്ലോ, ഈ നോമ്പും ബറാത്തൊക്കെ വരുന്നതിന് മുമ്പായിട്ട് സ്പെഷ്യലായിട്ട് നല്ലോണം ക്ലീൻ ചെയ്യണം, മുഴുവനായിട്ട് നല്ല വൃത്തിയാക്കി വെക്കണം, അല്ലെങ്കിൽ റഹ്മത്തിൻ്റെ മലക്ക് കയറില്ല. നോമ്പ് അതിനുള്ള മാസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നല്ലാതെ അതിന് പ്രത്യേക ഒരു വേർഡൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. ഇനി കോഴിക്കോടും മലപ്പുറത്തായിരിക്കാം നനച്ചുളി ഉണ്ടാവുക. നനച്ചുകുളി എന്നാണോ അല്ല നനച്ചുളി എന്നാണോ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നേരിയരി ഞങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റോക്കാക്കി വെക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ കാലിയാക്കി വെക്കാറില്ല, കാരണം എപ്പോഴാണ് പെട്ടെന്ന് ആവശ്യം വരാമെന്നറിയില്ലല്ലോ. ഇങ്ങനെ സീറ്റൊക്കെ വരുന്നതിൻ്റെ ഇടയിലുള്ള ഈ പാത്രങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ എത്ര തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ നീക്കുന്ന സമയത്ത് ഒരുപാട് പൊടികളും കച്ചറകളും എന്തായാലും ഉണ്ടാവും. അത് ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഇനിയിപ്പം ആഴ്ചയിൽ ഒരു തവണ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും എന്തായാലും ഇതിൻ്റെ അടിയിൽ ഉണ്ടാവാറുണ്ട്. തലേ ദിവസം അരിയൊക്കെ കഴുകി, പത്തലിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പൊടിക്കാൻ വേണ്ടി പോയ സമയത്ത് മില്ല് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പൊടിക്കാമെന്ന് വിചാരിച്ച് കവറിലൊക്കെ ഇട്ടേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളകും മല്ലിയൊക്കെ പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഉണക്കുന്നതൊന്നും. അതും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ അരി ചിക്കി വെക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴേക്കും അരി മൊത്തം നിലത്തുണ്ട്. നോക്കുമ്പോഴേക്കും ചെറിയാളുടെ പണിയായിരുന്നു, ഇതൊക്കെ വാരി വെതറിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും അതിനായിട്ടില്ല. എന്നാലും നമുക്ക് അപ്പം ചുടേണ്ടതല്ലേ, ഇത് അതിനുള്ള അരിയാണ്, അപ്പം ഇതിങ്ങനെ കളയാൻ പാടില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ അപ്പം ചുടും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോഴേക്കും കുറച്ച് അരി പിന്നെയും പുറത്തുണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നായി. ഫ്രിഡ്ജ് ക്ലീനിങ് അതൊരു വലിയ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജ് വേഗം അഴുക്കാവും. നമുക്ക് നോമ്പിന് ഏറ്റവും അർജൻറ്റായിട്ടുള്ള സാധനമാണല്ലോ ഫ്രിഡ്ജ്. കാരണം ബാലൻസ് വരുന്ന മസാല ഐറ്റംസോ മാവോ അല്ലെങ്കിൽ പാല് വെക്കാനുണ്ടാവും, ഫ്രൂട്ട്സ് വെക്കാനുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ എന്തായാലും ഡീപ്പ് ക്ലീനിങ് തന്നെ ആവശ്യമാണ്. കാരണം ഫ്രിഡ്ജ് എന്തായാലും നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് തന്നെ ഫുൾ ക്ലീനിങ് ചെയ്യാണ്ട്. ഇനി ഇപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീനിങ് എന്തായാലും വേറൊരു ആവശ്യം തന്നെയാണ്. ക്ലീനിങ് മാത്രം ചെയ്തിട്ടും കാര്യമില്ല. എന്തായാലും സാധനങ്ങൾ നല്ല വൃത്തിയിൽ അടുക്കും ചുറ്റോടെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും സാധനങ്ങൾ ഇതിൽ നിറയാനുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു സ്പേസ് ഇല്ലാത്തതുപോലെ ഉണ്ടാവും.
സാധനങ്ങളൊക്കെ നിലത്ത് വാരി വിതറിയിട്ടാണ് ഉള്ളത്. ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം നല്ല രീതിയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അടുക്കും ചിട്ടയോടെ എടുത്ത് വെച്ചാലും ഇനിയും നമുക്കിങ്ങനെ ഓരോന്ന് എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ പിന്നെയും ഫ്രിഡ്ജ് അലങ്കോലാവും. അപ്പോൾ പിന്നെ ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കണം, എന്നാലേ അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ അങ്ങ് പോവുള്ളൂ. കുട്ടികൾ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഞങ്ങൾ വെച്ച രീതിയേ ആയിരിക്കില്ല പിന്നെ തുറക്കുമ്പോൾ കാണാൻ. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഉണ്ടാവാറില്ലേ? അതെല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കാനും ഇനിയിപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത സ്ഥലം ഒന്നും കൂടി നോക്കാനും എന്തോ ഒരു സന്തോഷമാണ്. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും, പ്രത്യേകിച്ച് ക്ലീനിങ്ങിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, എന്തോ ഒരു സമാധാനം. ബെഡ് കവറൊക്കെ ഇങ്ങനെ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അഥവാ കുട്ടികളൊക്കെ കയറി ചവിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചൊളിഞ്ഞിരിക്കുകയൊന്നും ചെയ്യുന്നത് എനിക്കെന്തോ അത് കാണുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അധികവും പിള്ളേരെ കയറാൻ വിടാറില്ല. എന്നാലും എൻ്റെ കണ്ണ് തെറ്റുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ അലങ്കോലാക്കി വെക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് തന്നെ പറയും, നിങ്ങൾ വിരിക്ക് മോനിത് നല്ല വൃത്തിയിൽ വിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്ന പോലെ ചെയ്തു തരും. വെറുതെ അതൊക്കെ ഒരു ശീലമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവർ തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതിങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാൻ പാടില്ല, അങ്ങനെ അവർക്കൊരു മനസ്സിലാവുമല്ലോ. അങ്ങനെ തുണിയലക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് ഞാൻ പ്രത്യേക ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, കാരണം പുട്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ചോറ് വേണ്ടാന്നും പറഞ്ഞു. അതുകൊണ്ട് പുട്ട് തന്നെ ഉച്ചക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. വറ്റൽ മുളകോ കാന്താരിയോ കൂട്ടിക്കുഴച്ച് ഇതുപോലെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് ചോറിനായാലും പ്രത്യേകിച്ച് എനിക്കിഷ്ടമാണ്. ചോറിനായാലും ദോശക്കായാലും ഇനിയിപ്പോൾ ഇതുപോലെ പുട്ടോ എന്തായാലും ഇതുപോലെ മുളകോ വറ്റൽ മുളകോ അല്ലെങ്കിൽ കാന്താരിയൊക്കെ നല്ല രസമാണ് ഇതുപോലെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ. അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇക്ക റോഡ് സൈഡിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ മുളകും മല്ലിയും ഇതുപോലെ വറുത്ത് വെച്ച് കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ആക്കിയിട്ട്. ഇതെനിക്ക് ഇക്കയുടെ ഉമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഇതിപ്പം ഇതിൽ മനസ്സിലാവാനായിട്ടാണ് ലൈറ്റിൽ, ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഇതിങ്ങനെ വാങ്ങി വെച്ചാൽ മതി. അവിടുത്തെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ നല്ലൊരു ടേസ്റ്റായിരുന്നു, ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞൊരു ചെറിയൊരു ടിപ്പാണ് ഇത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടിപ്പട്ടാളങ്ങളെ പോയി ഒന്ന് കണ്ണോടിച്ച് വന്നതാണ്. അപ്പോഴേക്ക് അവർ അവിടുന്ന് സൈക്കിൾ കൊണ്ട് കളിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് പണിൻ്റെ ഇടയിലായാലും ഇടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ റോഡിലേക്ക് എങ്ങാനും ഇറങ്ങിപ്പോയാലോ. ഇനി റംസാനിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ. അപ്പം അങ്ങനെ അടുത്ത് ഷോപ്രിക്സ് ഉണ്ട്, അവിടേക്ക് പോയതാണ് ഞാൻ. അറിയുന്ന ഒരാളെ പോലെ തോന്നിയിട്ട് ഞാനൊന്ന് നോക്കിയതാ, അപ്പോഴേക്കല്ല. നേരെ പോയത് അരിയുടെ സെക്ഷനിലേക്കാണ്. ആദ്യം അരി, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. അരിക്കും നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട്. 5 കിലോഗ്രാമിൻ്റെ ഗീ റൈസിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്, പുഴുങ്ങലരിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ റംസാൻ കിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 1000-നും 2000, 5000 അങ്ങനെ ഓരോ റേറ്റിന് അതിൻ്റേതായ രീതിയിലുള്ള കിറ്റ്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്തു, അരി ഏതിനൊക്കെയാണ് ഓഫർ, എന്തൊക്കെയാണെന്നൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി. വീട്ടിൽ കുറച്ച് അരിയുണ്ട്, അപ്പോൾ പിന്നെ ഒരുപാട് അരിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്ഥിരമായിട്ടൊരു ചേച്ചിയും ചേട്ടനും ഉണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് അവരെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അരി വാങ്ങിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. പൊതുവേ ഓഫറുള്ള ടൈം ഇവിടെ കയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ എൻട്രൻസിലൊന്നും ആരും ഇല്ലാത്തത് കാരണം ഞാൻ വിചാരിച്ചു റംസാനായിട്ടും ഇവിടെ കാര്യമായിട്ട് ആരും ഇല്ലല്ലോ, അത്ര വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴല്ലേ രസം.
അത്രയും ആൾക്കാരായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ പുറത്തുനിന്ന് പെട്ടെന്ന് കാണുമ്പോൾ എൻട്രൻസിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊന്നും ആരും ഇല്ല, ഫുൾ കാലി പോലെയാണ് ഉണ്ടായിരുന്നു. ഇവിടെ പൊതുവേ വെറൈറ്റി ഐറ്റംസ് ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോമ്പായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ഐറ്റംസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് ഉള്ളത്. ഇപ്രാവശ്യം ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ആൾക്കാർ എടുത്തിട്ട് കുറഞ്ഞതായിരിക്കണം. ഇനിയിപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വെറൈറ്റി ഐറ്റംസ് വരാനായിരിക്കാം. മാഷാല്ല, ഫ്രൂട്ട്സ് ഇങ്ങനെ നിരന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മൊഞ്ചുണ്ടല്ലേ. ഓറഞ്ചും ഗ്രീനും എല്ലാം ഇങ്ങനെ ഇടകലർന്ന് കാണുമ്പോൾ. എല്ലാ വീട്ടിലും നോമ്പിന് ആട്ടപ്പൊടീൻ്റെയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞങ്ങളിവിടെ ഒരാൾക്ക് നിർബന്ധമായിട്ട് ചപ്പാത്തി വേണം. അത് നോമ്പിനായാലും ശരി അല്ലെങ്കിലും ശരി. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇടയ്ക്ക് ചപ്പാത്തി ഒഴിവാക്കിയിട്ട് വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അരി പൊടിച്ചിട്ടുണ്ടെങ്കിലും അഥവാ പത്തിരിപ്പൊടിക്കോ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് തപ്പി നോക്കിയതാ. അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി പത്തിൽ സോഫ്റ്റ് ആവാറുണ്ട്. ഇവിടെയൊന്നും ഞങ്ങൾക്കൊന്നും പറ്റിയതില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് സ്ഥലം വിട്ടു കേട്ടോ. ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു സെക്ഷനിലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മാഷാല്ല കുട്ടികളൊക്കെ വലുതായതിനു ശേഷം ഇതിൻ്റെ ഒന്നും കാര്യം ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഓഫറോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ സെക്ഷനിലേക്ക് നല്ല വെറൈറ്റി ബോക്സിലും കളറിലൊക്കെ ആയിട്ട് അടിപൊളി ഈത്തപ്പഴങ്ങളുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നിയില്ല, അത്രമാത്രം കളക്ഷൻ ഉണ്ട് ഈത്തപ്പഴത്തിൻ്റെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേക തരം ഓരോരോ മോഡലും ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് തന്നെ ഉണ്ട്. എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിതെല്ലാം ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഡീപ്പായിട്ടൊന്നും നോക്കിയില്ല. ഓഫേഴ്സൊന്നും അങ്ങനെ നോക്കിയില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ണോടിച്ച് വിട്ടു. ഈത്തപ്പഴം മാത്രമല്ല, നട്ട്സും ഉണ്ട്, റോസ്റ്റഡ് ഉണ്ട്, പെപ്പർ റോസ്റ്റഡോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. പക്ഷെ ഞങ്ങളിതൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യം കുറച്ച് ഈത്തപ്പഴമാണിപ്പോൾ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഈത്തപ്പഴം മാത്രം വാങ്ങിയിട്ട് അവിടുത്തെ മെല്ലെ വേറെ സെക്ഷനിലോട്ട് പോയി. അങ്ങനെ ഐസ്ക്രീമിനും ഉണ്ട് ഓഫർ. അങ്ങനെ കുറേ ഞങ്ങൾ ചുറ്റിപ്പറ്റി നോക്കി. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ അവിടുന്ന് കുറേ ചുറ്റിപ്പറ്റിയൊക്കെ നോക്കി ഏത് വാങ്ങണം ഏത് വാങ്ങണ്ട അങ്ങനെയൊക്കെ നോക്കി ലാസ്റ്റ് ഒരു വാനില ഐസ്ക്രീം അങ്ങ് ഉറപ്പിച്ചു. സോഫ്റ്റ് ഡ്രിങ്ക്സിനൊന്നും പ്രത്യേകിച്ച് ഓഫേഴ്സൊന്നും ഇടാറില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കും, അതുപോലെ അങ്ങ് വെക്കും. സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങൽ കുറവാണ്. വേണ്ടുന്ന പാക്കറ്റ് പാലൊക്കെ എടുത്തു. അങ്ങനെ ഏകദേശം റെഡിയായി. ഇനി പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. ഇനി ഒരു ബ്രെഡും കൂടി വേണം. അതും കൂടി ആയാൽ എല്ലാം ഓക്കെ ആയി. ഇതിപ്പോൾ എല്ലാ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾ കുറേയൊന്നും വാങ്ങിയിട്ടില്ല. ഇപ്പം അത്യാവശ്യമായിട്ടുള്ളത് റമദാന് മുമ്പ് ഇപ്പം അത്യാവശ്യമായിട്ടുള്ളത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബില്ലിങ്ങിൻ്റെ അടുത്താണ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും അതിലേക്കൊന്ന് കണ്ണു പോകും. ഒന്നാമത് ഫുൾ പേർപ്പിൾ കളറും റെഡ് കളറും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് നോക്കും, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കും, വെറുതെ ഒരു രസം. ഓഫേഴ്സ് ഉണ്ടാകുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഐസ്ക്രീം ഒക്കെ വാങ്ങിയില്ല, അതുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചോക്ലേറ്റ് വാങ്ങിയാൽ തന്നെ ഞാൻ ഒരുമിച്ചങ്ങ് കഴിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒരു 2-3 സ്ലൈസായിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നതല്ലാതെ അതിൻ്റെ പണീൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പുറത്ത് പ്രത്യേക ഒരു ഓഫറിൻ്റെ ഒരു ചെറിയൊരു ടെൻറ്റ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇലക്ട്രിക് ഐറ്റംസ്, ബക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ കണ്ടെയ്നേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓഫർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ടൊക്കെ ഉണ്ട് ഓഫറിന്. ഇപ്പോൾ കണ്ടത് 1 kgൻ്റെയാണ്. വാങ്ങിയാലും ഇല്ലെങ്കിലും എന്തായാലും ഞങ്ങൾ ചുറ്റിക്കറങ്ങി മൊത്തമായിട്ട് കാണുമല്ലോ. അങ്ങനെ കണ്ട് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി. രാത്രിയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഒന്നുകൂടി ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. രാത്രിയിലെ കാഴ്ച ചെയ്ത് കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോയി. ഇനി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇതുപോലെ പയർ ഐറ്റംസ് കുറേ ഉണ്ട്.
നോമ്പിന് മുമ്പായിട്ട് ഇതൊക്കെ സ്റ്റോക്കാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ പയറുവർഗ്ഗങ്ങൾ, കാരണം ഈ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഈ ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ഇതൊന്നും ശരിയാവില്ല. എന്നാലും ഇതുപോലുള്ള ഐറ്റംസ് കറി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കടല, ചെറുപയർ, ഗ്രീൻ പീസ്, പരിപ്പ്, പിന്നെ ചെന്നാക്കടല, ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി വെച്ചില്ലെങ്കിലും ഇടയിലിടയിലൊക്കെ വെക്കാമല്ലോ. ഡെയിലി വെക്കുമ്പോൾ ചിലപ്പം ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. ഒന്നാമത് നോമ്പ് സമയത്തായത് കാരണം ഞങ്ങളിവിടെ ബീഫും ചിക്കനേക്കാളും കൂടുതൽ നോമ്പിന് ഇതൊക്കെയാണ് വെക്കാറ്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് അധികം വെക്കുന്നത്. എന്നാലും അതിൻ്റെ ഇടയിൽ മീനൊക്കെ വാങ്ങും. പിന്നെ ബീഫും ചിക്കനും വല്ലപ്പോഴും വാങ്ങും. ഒരേ ബീഫോ ചിക്കനോ ആക്കിയിട്ട് നോമ്പിന് വെക്കാറില്ല. ഇതുപോലുള്ള ഐറ്റംസ് ആയിരിക്കുമ്പോൾ വയറിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഇനി ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇത് കഴിക്കാൻ അങ്ങനെ കഴിയില്ല എന്തായാലും, പ്രത്യേകിച്ച് നോമ്പിന് കുറച്ച് ഗ്യാസ് ട്രബിൾ അധികമായിരിക്കുമല്ലോ. ഒരു ബ്ലാക്ക് കളറുള്ള പയറായിരുന്നേ ഈ വൻപയർ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടത് കണ്ടെയ്നറിൽ. പക്ഷെ അത് ബ്ലാക്ക് കളറാണെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ കളറൊക്കെ പോയിരുന്നു. ഞാനവിടെ ഷോപ്രിക്സിൽ പോയപ്പോൾ ഒരു തവണ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടുന്ന് വാങ്ങിയ ആ പയറിൻ്റെ കളറൊക്കെ പോയിരുന്നു, ബ്ലാക്ക് കളറൊക്കെ മാറി വമ്പയറിൻ്റെ കളറൊക്കെ ആയിരുന്നു, ഫുള്ള് കളറായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരണം, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വിൽക്കുന്നത് നന്നായിരിക്കും. കാരണം ഞങ്ങൾക്ക് എന്തായാലും നോമ്പിന് കുറച്ചധികം യൂസാണല്ലോ വെളുത്തുള്ളിയെ കൊണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ ഇടയിൽ തൊലിയൊക്കെ പൊളിക്കാൻ കുറച്ചൊരു പാടായിരിക്കും. ആദ്യം പൊളിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ വേഗത്തിൽ ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെ സാധാരണ ദിവസങ്ങളിൽ തന്നെ, നോമ്പല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ഇതുപോലെ ഞാനിങ്ങനെ ഡബ്ബയിലിട്ട് വെക്കാറുണ്ട് കുറച്ചായിട്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ. അരി പൊടിച്ചിട്ട് അതിൻ്റെ ചൂടോടെ മൂടി വെക്കാറില്ല. അതിങ്ങനെ കുറച്ച് സമയം ഓപ്പണാക്കി വെക്കും. കാരണം ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട വെക്കുമല്ലോ, കട്ട പിടിച്ച് നിൽക്കുമല്ലോ. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വരുന്നത് വരെ തുറന്ന് വെച്ചു. അതിന് ശേഷം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വരുന്നത് വരെ കുറച്ച് സമയം കവറിൽ തന്നെ അങ്ങനെ ഓപ്പണാക്കി വെച്ചു. എന്നിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ പോയിരുന്നു. അങ്ങനെ ഇതിലേക്ക് മാറ്റി. മല്ലിയും മുളകും കൂടി അതിൻ്റെ കൂടെ പൊടിച്ചിരുന്നു. അങ്ങനെ അതും ഇതുപോലെ ചൂടൊക്കെ പോകാൻ കുറച്ച് സമയം ഓപ്പണാക്കി വെച്ചു. അതിനുശേഷം ഇതിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളില്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ വേഗം ഇത് ഡബ്ബയിലേക്ക് മാറ്റി. അവരുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ കണ്ണിലൊക്കെ പാറിയിട്ട് എനിക്ക് തന്നെ അതൊരു പണിയാവും. പാക്കറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് ഒരാൾ ഓടി വന്നിട്ടുള്ളത്. നോക്കുമ്പോഴേക്ക് ഈത്തപ്പഴമാണ്. അങ്ങനെ മനസ്സോടെ ഒരാൾ ഈത്തപ്പഴം വാങ്ങിയിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട്. ഗരം മസാല ഇതുപോലെ മുഴുവനായിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം പൊടിച്ചിട്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഡബ്ബയിലോ ചെറിയ ബോട്ടിലോ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്തതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ പെപ്പറിൻ്റെ കാര്യവും. അത് നല്ല എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിലോ അങ്ങനെയുള്ള കണ്ടെയ്നറിൽ ഇടണം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും മല്ലിയാണ് ഇത്. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഇത് ഞാനൊരു ഡബ്ബയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. സിസ്റ്റർ കറക്റ്റ് സമയത്ത് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി. ടാക്കോസാണ്. പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയും കൂടി ചെയ്ത് തീർക്കാൻ. എല്ലാം എടുത്തു വെക്കാനും ഇട്ട് വെക്കാനൊക്കെ ഉണ്ട്. തണുത്ത പാൽ ഇതുപോലെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ വേഗത്തിൽ അതിൻ്റെ തണുപ്പ് മാറിക്കിട്ടും. അങ്ങനെ ഇട്ട് വെച്ചതാണ് ഇത്. പിന്നെ അത് കോഫി ഉണ്ടാക്കാൻ മറന്നുപോയി. 2 നല്ല ബക്കറ്റ് വാങ്ങിയിരുന്നു അരിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കോംബോ ഓഫറിന് 2 ബോട്ടിൽ കിട്ടിയിരുന്നേ. ഏതായാലും നോമ്പൊക്കെ അല്ലേ, എന്തായാലും ബോട്ടിലിനൊക്കെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതാണിത്. 30 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്, ഈ തട്ടിന്.
അങ്ങനെ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഫിൽറ്റർ ടൈപ്പാണ് അരിയൊക്കെ കഴുകാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ, ഇതിൽ അകത്തേക്ക് കാറ്റ് കിടക്കുമല്ലോ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.